നമ്മൾ കാർ എടുത്ത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൈമിംഗ് ബെൽറ്റ് ഇവിടെ ചെക്ക് ചെയ്യാനുള്ള കാരണം ഒരു രീതിയിൽ പുൾ ചെയ്താണ് ഡിസ്ക് പുറത്തെടുക്കുന്നത്. ബ്രേക്ക് ഓയിൽ ലീക്കായി കിടക്കുന്നത് ഇവിടെ കാണാൻ കഴിയും. ഹലോ ഗൈസ്, മെക്കാനിക് വ്ളോഗർ ഹിയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൾട്ടോന്റെ കംപ്ലീറ്റ് സർവീസ്, അതായത് ഫുൾ ചെക്കപ്പ് എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അൾട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് അഷ്റഫ് ഖാന്റെയാണ്, റൂട്ട് റെക്കോർഡ്സ് ബൈ അഷ്റഫ് എക്സൽ. ഇത് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം അഷ്റഫ് ഖാന്റെ വീട് എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാർ എടുത്ത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി നമ്മുടെ വർക്കിലോട്ടാണ് ഇനി നമ്മൾ പോകാനുള്ളത്. അപ്പോൾ നമുക്കിതിനെ ഓടിച്ച് എന്തൊക്കെയാണ് പ്രോബ്ലം ഉള്ളതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ 2 സെക്ഷനായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് റിമൂവിങ് സെക്ഷനും അടുത്തത് ഇൻസ്റ്റാളേഷനും. ഓവർ ലെങ്ത് ആവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ കാറിൻ്റെ ചെക്കപ്പ് ചെയ്യുന്നത് കിലോമീറ്റർ ബേസിലാണ്. 1,13,595 കിലോമീറ്റേഴ്സാണ് ഈ കാറ് ഓടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ കാറിൻ്റെ ചെക്കപ്പ് എല്ലാം ചെയ്യുന്നത്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കേട്ടിരുന്ന സൗണ്ട് റാക്ക് ആൻഡ് പീനിയൻ്റെയാണ്. അപ്പോൾ നമ്മൾ റാക്ക് ആൻഡ് പീനിയന് റിമൂവ് ചെയ്ത് അത് റിപ്പയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സസ്പെൻഷനും ചെക്ക് ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് ഡ്രൈവിലൂടെ നമുക്ക് മനസ്സിലായ മറ്റൊരു കാര്യമാണ് ബ്രേക്കും കുറവാണ്. അപ്പോൾ ഇതിൻ്റെ പാഡ് തീർന്നിട്ടാണുള്ളത്, അത് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കൂടുതലായിട്ടുള്ള ചെക്കപ്പ് നമുക്ക് ടയർ റിമൂവ് ചെയ്തതിന് ശേഷം മനസ്സിലാക്കാം. എൻജിൻ ബേയിലോട്ട് വരുമ്പോൾ വാൾ കവർ ലീക്ക് അവിടെ കാണാൻ പറ്റും. നമ്മൾ വാൾ കവറിൻ്റെ ഗ്യാസ്കറ്റും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി ലെഫ്റ്റിലോട്ട് വരുമ്പോൾ നമ്മൾ ടൈമിംഗ് ബെൽറ്റും ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ കവർ റിമൂവ് ചെയ്ത് നമുക്ക് ടൈമിംഗ് ബെൽറ്റും ചെക്ക് ചെയ്ത് നോക്കാം. ടൈമിംഗ് ബെൽറ്റ് ഇവിടെ ചെക്ക് ചെയ്യാനുള്ള കാരണം ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ ഇത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ഇത് ചേഞ്ച് ചെയ്തതെന്നുള്ളത് നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെയാണ് കവർ റിമൂവ് ചെയ്ത് ടൈമിംഗ് ബെൽറ്റ് ചെക്ക് ചെയ്യുന്നത്. എൻജിൻ ഓയിലും ചേഞ്ച് ചെയ്യുന്നുണ്ട്. 1 lakh above കിലോമീറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക് ഓയിലും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഗിയർ ഓയിൽ, കൂളൻ്റ് ഇവയെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എയർ ഫിൽറ്ററും സ്പാർക്ക് പ്ലഗും ചെക്ക് ചെയ്ത് നോക്കാം. കാർ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്, സ്റ്റിയറിങ്ങിനോ അല്ലെങ്കിൽ സസ്പെൻഷൻ സിസ്റ്റത്തിനോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനെ ഷേക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു പ്ലേ കാണുന്നില്ലേ, ഇത് സ്റ്റിയറിങ്ങിൻ്റെ പ്രോബ്ലമാണ്. അതായത് റാക്ക് ബുഷിൻ്റെയും അതുപോലെ തന്നെ ഡാമ്പർ പാഡിൻ്റെയും തേയ്മാനം കൊണ്ടാണ് ഈ ഒരു പ്ലേ വന്നിട്ടുള്ളത്. ഇത് എന്താണെന്നുള്ളത് നമുക്ക് റാക്ക് റിമൂവ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ലോവർ ആം ബാളിലും ഇതേ സെയിം ഇഷ്യൂ ആണ് വരിക. ഇവിടെ ലോവർ ആം ബാൾ സ്റ്റിയറിംഗ് റിമൂവ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബാലൻസ് റോഡിൻ്റെ ബുഷസ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും ബാലൻസ് റോഡ് ബുഷിൽ ലൂസായിട്ടാണ് നടക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നമ്മളെ സ്റ്റെബിലിറ്റി ഇപ്പോൾ കുറവായിട്ടാണുള്ളത്. പ്രത്യേകിച്ചും ഹൈവേയിലൂടെ പോകുമ്പോഴാണ് ഇത് കൂടുതലായിട്ടും മനസ്സിലാവുക. ബാലൻസ് റോഡിന് 6 ബുഷസാണ് വരുന്നത്. ഇതൊരു കിറ്റായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ബാലൻസ് റോഡിൻ്റെ ബുഷസ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സൈഡിൽ നമുക്ക് കൂടുതലായിട്ട് ഈ പ്ലേ മനസ്സിലാക്കാൻ സാധിക്കും, അതുപോലെ തന്നെ സൗണ്ടും. ജാക്ക് വെച്ചിട്ടുള്ളത് ലോവർ ആമിൻ്റെ ഈ എൻഡിലാണ്. അതിനുശേഷം അപ്പോൾ ജാക്ക് നമ്മൾ അവിടെ വെച്ച് ലിഫ്റ്റ് ചെയ്തതിന് ശേഷം സ്റ്റാൻഡ് ചാസിയിലാണ് കൊടുത്തിട്ടുള്ളത്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായ സ്റ്റിയറിംഗിൻ്റെ സൗണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി വർക്കിലോട്ട് പോകുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ചാർട്ട് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് 1 സൂചിപ്പിക്കുന്നത് എല്ലാം റിമൂവ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റാളേഷൻ. അപ്പോൾ സ്റ്റെപ്പ് 1 നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ടൈമിംഗ് ബെൽറ്റാണ്. അപ്പോൾ നമുക്കത് നോക്കാം. ടൈമിംഗ് ബെൽറ്റ് ചേഞ്ച് ചെയ്യുന്നതിനായി ബമ്പർ റിമൂവ് ചെയ്യേണ്ടതുണ്ട്. ബമ്പറിൽ നമ്പർ പ്ലേറ്റിൻ്റെ ഉള്ളിലായ ഒരു ബോൾട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്പർ പ്ലേറ്റ് റിമൂവ് ചെയ്യാം. സോ ഇവിടെ നമ്പർ പ്ലേറ്റിന് 2 ബോൾസാണ് വരുന്നത്. അത് നമുക്ക് പുറത്തെടുക്കാം.
ഈ ബോൾട്ടാണ് നമ്പർ പ്ലേറ്റിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇത് റിമൂവ് ചെയ്തതിന് ശേഷം ബമ്പർ നമുക്ക് ഇവിടെ 2 ബോൾസാണ് വരുന്നത്. 1 2. ഇതുപോലെ തന്നെ മുകളിലും ഒരു സ്ക്രൂ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ റിമൂവ് ചെയ്യാം. ബമ്പറിന് മുകളിലായി 2 ബോൾസ് വരുന്നുണ്ട്. ഒന്ന് ഇവിടെയും അതുപോലെ തന്നെ ഒന്ന് ഇവിടെയും. അപ്പോൾ നമുക്ക് അത് റിമൂവ് ചെയ്തെടുക്കാം. കൂടാതെ ഇവിടെ 2 ക്ലിപ്സും കൂടെ വരും. ഇതിന് അത് മിസ്സായിട്ടാണുള്ളത്. ഇനി ബമ്പർ റിമൂവ് ചെയ്യാം. ടൈമിംഗ് ബെൽറ്റ് റിമൂവ് ചെയ്യുന്നതിനായി കംപ്രസർ റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ 2 ബ്രാക്കറ്റ്, എൻജിൻ മൗണ്ടിങ്, 2 ബെൽറ്റ്സ് റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ എൻജിൻ പുള്ളി, വാട്ടർ പമ്പ് പുള്ളി. അപ്പോൾ നമുക്ക് ഇവയെല്ലാം റിമൂവ് ചെയ്യാം. ടൈമിംഗ് കവറും കൂടി റിമൂവ് ചെയ്യാം. എൻജിൻ പുള്ളി ഒരു പ്രത്യേക രീതിയിലാണ് ലൂസൺ ചെയ്യുന്നത്. ഈ രീതിയിലല്ലെങ്കിൽ ഫ്ലൈ വീലെല്ലാം ഹോൾഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഈസി വേയിലാണ് ചെയ്യുന്നത്. റിങ് നമ്മളിവിടെ ബോട്ടിലിടുന്നു. അതിനുശേഷം സെൽഫ് അടിക്കുന്നതോടുകൂടി അത് ലൂസാവുന്നു. എൻജിൻ പുള്ളിയിലിടുന്ന ഈ റിങ് താഴെ ടച്ചായിട്ടാണ് ഇത് ലൂസാവുന്നത്. ബോൾട്ട് ലൂസായിട്ടുണ്ട്. ഇനി ഇത് റിമൂവ് ചെയ്തെടുക്കാം. വാട്ടർ പമ്പ് പുള്ളിയുടെ ബോൾട്ടും കൂടെ ലൂസൺ ചെയ്ത് കൊടുക്കാം. ഇനി എൻജിൻ മൗണ്ടിംഗ് ആണ് റിമൂവ് ചെയ്യുന്നത്. എൻജിന് സപ്പോർട്ടിനായി ജാക്ക് വെച്ച് കൊടുക്കാം. എൻജിൻ മൗണ്ടിങ് റിമൂവ് ചെയ്യാം. ഇനി ബെൽറ്റ് രണ്ടും റിമൂവ് ചെയ്തെടുക്കാം. AC ബെൽറ്റിൻ്റെ അഡ്ജസ്റ്റർ ലൂസൺ ചെയ്താണ് ബെൽറ്റ് റിമൂവ് ചെയ്യുന്നത്. ആൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് റിമൂവ് ചെയ്യുന്നതിനായി ഈ അഡ്ജസ്റ്റർ ലൂസൺ ചെയ്ത് ബെൽറ്റ് റിമൂവ് ചെയ്യാം. ബെൽറ്റ് ഒന്ന് പുള്ളി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പുറത്തെടുക്കാൻ കഴിയും. വാട്ടർ പമ്പ് പുള്ളിയും അതുപോലെ തന്നെ എൻജിൻ പുള്ളിയും റിമൂവ് ചെയ്യാം. അടുത്തതായി കംപ്രസറാണ് റിമൂവ് ചെയ്യുന്നത്. ഇതിനായി 3 ബോൾസാണ് വരുന്നത്. 1 2 3. AC-യുടെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം. വരുന്നത് 1 2 3 and 4. 4th ബോൾട്ട് ഇവിടെ ഉള്ളിലാണ് വരുന്നത്. എൻജിൻ മൗണ്ടിംഗ് ബ്രാക്കറ്റ് 1 2 3 4 ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടൈമിംഗ് കവർ അഴിക്കാം. അതിന് മുൻപായി ഡിപ്സ്റ്റിക് ഹോൾഡർ റിമൂവ് ചെയ്യാം. ടൈമിംഗ് കവർ റിമൂവ് ചെയ്യാം. 6 ബോൾസാണ് വരുന്നത്. ടൈമിംഗ് കവർ റിമൂവ് ചെയ്ത് ടൈമിംഗ് കറക്റ്റ് ചെയ്ത് ബെൽറ്റ് റിമൂവ് ചെയ്യാം.
ഫസ്റ്റ് സിലിണ്ടറിൻ്റെ ഫയറിംഗ് ഓർഡറിലാണ് ടൈമിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതറിയാൻ ക്യാം ഷാഫ്റ്റിൻ്റെ കീ ഹോളും ഈ ഡയറക്ഷനിലാവുമ്പോഴാണ് ഫസ്റ്റ് സിലിണ്ടറിൽ ഫയറിംഗ് ആവുന്നത്. ടൈമിംഗ് ഗിയറിലുള്ള മാർക്കും ടൈമിംഗ് പ്ലേറ്റിലുള്ള മാർക്കും ഇവിടെ കാണാൻ സാധിക്കും. ക്രാങ്ക് ഷാഫ്റ്റ് ടൈമിംഗ് ഗിയറിൻ്റെ മാർക്കും കൂടെ നോക്കാം. എൻജിൻ പുള്ളിയുടെ ബോൾട്ട് റൊട്ടേറ്റ് ചെയ്താണ് ടൈമിംഗ് കറക്റ്റ് ചെയ്യുന്നത്. ടൈമിംഗ് ബെൽറ്റ് അഡ്ജസ്റ്റർ ലൂസൺ ചെയ്താണ് ടൈമിംഗ് ബെൽറ്റ് പുറത്തെടുക്കുന്നത്. ടെൻഷനറും ക്രാങ്ക് സീലും അതുപോലെ തന്നെ ക്യാം സീലെല്ലാം കണ്ടീഷനായിട്ടാണ് ഇരിക്കുന്നത്. സ്റ്റെപ്പ് 1-ലെ ടൈമിംഗ് ബെൽറ്റ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി എയർ ഫിൽറ്റർ. മറ്റുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ എൻജിൻ്റെ സേഫ്റ്റിക്കായി എൻജിൻ മൗണ്ടിങ് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. എൻജിൻ മൗണ്ട് പ്ലേസ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ജാക്ക് പുറത്തെടുക്കാം. എയർ ഫിൽറ്റർ റിമൂവ് ചെയ്യുന്നതിനായി ഈ ഹോസിൻ്റെ ക്ലിപ്പ് ലൂസൺ ചെയ്യാം. എയർ ഫിൽറ്റർ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി വാൾ കവർ റിമൂവ് ചെയ്യാം. ഇനി ഈ ഹോസ് റിമൂവ് ചെയ്യാം. കോയിലിൻ്റെ 3 വയേഴ്സ് റിമൂവ് ചെയ്യുന്നുണ്ട്. ക്യാം സെൻസറിൻ്റെ വയർ റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇഗ്നിഷൻ കോയിൽ 3 നമുക്ക് ഈ ബോൾട്ട് റിമൂവ് ചെയ്തതിന് ശേഷം പുറത്തെടുക്കാം. വാൾ കവറിന് 6 ബോൾസാണ് വരുന്നത്. അത് റിമൂവ് ചെയ്ത് വാൾ കവർ പുറത്തെടുക്കാം. വാൾ കവറിൻ്റെ ബോൾസ് എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് സൈഡിൽ നമുക്ക് ഗ്യാപ്പ് ആക്കി വാൾ കവർ പുറത്തെടുക്കാം. അങ്ങനെ സ്റ്റെപ്പ് 1-ൽ വാൾ കവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്റ്റിയറിംഗ് ബോക്സിലോട്ട് പോകാം. റിമൂവ് ചെയ്യുന്നതിനായി ഫസ്റ്റ് യൂണിവേഴ്സൽ റിമൂവ് ചെയ്യാം. യൂണിവേഴ്സലിന് ഒരു ബോൾട്ട് വരുന്നുണ്ട്, അത് ലൂസൺ ചെയ്യാം. യൂണിവേഴ്സിൻ്റെ ഈ ബോൾട്ടാണ് നമുക്ക് അഴിച്ചു. ഇങ്ങോട്ട് വരുമ്പോൾ 2 സൈഡിലെയും ടയർ ഓർഡൻസ് റിമൂവ് ചെയ്യണം. ഇവിടെയാണ് ഒരു ക്ലാമ്പ് വരുന്നത്. നെക്സ്റ്റ് ഒന്നെന്ന് പറയുന്നത് അടുത്ത ക്ലാമ്പ് ഇതാണ്. സ്റ്റിയറിംഗ് ബോക്സ് പുറത്തെടുക്കാം. ഈ ക്ലാമ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം 2 സൈഡിലെയും ക്ലാമ്പ് ഒരുപോലെ ആയതുകൊണ്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റിയറിംഗ് ബോക്സ് പുറത്തെടുക്കാം. സ്റ്റിയറിംഗ് ബോക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാലൻസ് റോഡിലോട്ട് പോവാം. ബാലൻസ് റോഡിൻ്റെ 2 എൻഡിലും
സേഫ്റ്റി ലോക്കും അതുപോലെ തന്നെ ഒരു നെട്ടുമാണുള്ളത്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യാം. ഇതുപോലെ രണ്ട് സൈഡിലെയും റിമൂവ് ചെയ്യുന്നുണ്ട്. റോഡിൻ്റെ ഈ ബുഷുകളാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. ഈ ബുഷും ഈ ബുഷുകളുമാണ് ചേഞ്ച്. സോ ഈ ബാലൻസ് റാഡിൻ്റെ ബുഷസ് ചേഞ്ച് ചെയ്യാനായി ഈ ബ്രാക്കറ്റുകൾ റിമൂവ് ചെയ്ത് ബാലൻസ് റോഡ് പുറത്തെടുക്കാം. ബാലൻസ് റോഡ് ബ്രാക്കറ്റിൻ്റെ ബോൾസ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ബാലൻസ് റോഡ് പുറത്തെടുക്കാം. കാണാൻ സാധിക്കും ബുഷുകളെല്ലാം പ്രോബ്ലം ആയിട്ടാണുള്ളത്. ഇതുകൊണ്ടാണ് ബാലൻസ് കിട്ടാത്തതും അതുപോലെ തന്നെ സൗണ്ട് വരുന്നതും. ബുഷ് പുറത്തെടുക്കാം. ബാലൻസ് റോഡും റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഷോക്ക് അബ്സോർബർ റിമൂവ് ചെയ്യാം. ഷോക്ക് അബ്സോർബർ റിമൂവ് ചെയ്യുന്നതിന് മുൻപായി നമ്മൾ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാലിപ്പർ എല്ലാം റിമൂവ് ചെയ്ത് ബ്രേക്ക് പാഡും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ഡിസ്കിൽ ലൈന് വീണിട്ടുണ്ട്. ഇത് ലൈത്തി കൊടുത്ത് ഫേസിങ് ചെയ്യാം. സ്റ്റഡ് റിമൂവ് ചെയ്യുന്നത് സ്റ്റഡ് മൗണ്ടിൻ്റെ ബെയറിങ് ഗ്രീസിങ് ചെയ്യാനാണ്. നമുക്കിവിടെ ഒരു സൗണ്ട് കേൾക്കാൻ സാധിക്കും. സ്റ്റഡ് മൗണ്ടിൻ്റെ ബെയറിങ് ടൈറ്റ് കാരണമാണ് ഈ സൗണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റഡ് റിമൂവ് ചെയ്ത് സ്റ്റഡ് മൗണ്ടിൻ്റെ ബെയറിങ്ങിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ സൗണ്ട് ഒഴിവാക്കി കിട്ടും. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഫ്രീ ആവുകയും ചെയ്യും. ലോവർ ആം ബാൾ ഇവിടെ ലൂസായിട്ടാണ് കിടക്കുന്നത്. ഇതും കൂടെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യുന്നതിനായി കാലിപ്പർ റിമൂവ് ചെയ്യാം. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡിസ്കും കൂടെ ലേത്തിൽ കൊടുത്ത് ഫേസിങ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ബ്രാക്കറ്റ് മൊത്തമായിട്ട് റിമൂവ് ചെയ്യുന്നത്. ഒരു ലോങ് പീരീഡിന് ശേഷമാണ് ഡിസ്ക് റിമൂവ് ചെയ്യുന്നതെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയിട്ടായിരിക്കും ഇത് കിടക്കുന്നത്. കാരണം ഇത് റസ്റ്റ് പിടിച്ചായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമ്മളൊരു ആൻറ്റി റസ്റ്റ് സ്പ്രേ ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്തിട്ടാണ് ഇത് റിമൂവ് ചെയ്യുന്നത്. ഈസിയായി റിമൂവ് ചെയ്യാനായി നമ്മൾ ഹാമറിങ് ചെയ്താണ് ഇത് പുറത്തെടുക്കുന്നത്. ഈ രീതിയിൽ പുൾ ചെയ്താണ് ഡിസ്ക് പുറത്തെടുക്കുന്നത്. ഈ ഷോക്ക് അബ്സ് റിമൂവ് ചെയ്യാം. ആദ്യം ഈ ഹോസ് നമുക്ക് റിമൂവ് ചെയ്യണം. അതിനുശേഷം ഈ രണ്ട് ബോൾട്ട് നമ്മൾ റിമൂവ് ചെയ്യും. അതിനുശേഷം ഇവിടെ രണ്ട് നെറ്റ്സാണ് വരുന്നത്, ഇവിടെയും ഇവിടെയും. ആക്സിലിനെ ഇവിടെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം.
ബ്രേക്ക് പാഡ് ഇവിടെ തീർന്നത് കാണാൻ കഴിയും. ഡിസ്കിലോട്ട് വരുമ്പോൾ ഇതിൽ ലൈൻ വന്നത് ഇതിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ കുറഞ്ഞ് ബ്രേക്ക് സ്ലിപ്പാവും, അതായത് നമുക്ക് ബ്രേക്ക് കിട്ടാത്തൊരവസ്ഥ വരും. ലെഫ്റ്റ് സൈഡിൽ ലോവർ ആമാണ് റിമൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ലോവർ ആം ബാൾ ലൂസ് ആയതുകൊണ്ടാണ് ലോവർ ആം ചേഞ്ച് ചെയ്യുന്നത്. ഷോക്ക് അബ്സോർബറും റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി റിയർ വീലിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ടയർ റിമൂവ് ചെയ്തിട്ടുണ്ട്. റിയർ വീലിൽ ചെയ്യുന്നത് ബ്രേക്ക് ഷൂ ചെക്കിങ്ങും അതുപോലെ തന്നെ ബ്രേക്ക് സിലിണ്ടറും ഹാൻഡ് ബ്രേക്ക് കേബിളും വർക്കിംഗ് ആണോ എന്ന് നോക്കാം. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താണ് ഡ്രം റിമൂവ് ചെയ്യുന്നത്. ഡ്രം റിമൂവ് ചെയ്യുന്നതിനായി ആക്സിൽ നട്ട് റിമൂവ് ചെയ്യാം. ഹാമറിങ് ചെയ്താൽ ഡ്രം ഈസിയായി പുറത്തെടുക്കാൻ സാധിക്കും. ബ്രേക്ക് ഷൂ കണ്ടീഷനായിട്ടാണ് ഉള്ളത്. ഇനി ബ്രേക്ക് സിലിണ്ടർ ചെക്ക് ചെയ്ത് നോക്കാം. ബ്രേക്ക് സിലിണ്ടർ ഇവിടെ ലീക്കുണ്ട്. ബ്രേക്ക് സിലിണ്ടർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ബ്രേക്ക് ഓയിൽ ലീക്കായി കിടക്കുന്നത് ഇവിടെ കാണാൻ കഴിയും. ഗൈസ്, അപ്പോൾ ഇതോടെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ റിമൂവിങ് സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റെപ്പ് 2 പോകുന്നത്. സ്റ്റെപ്പ് 2 മെയിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റാളേഷനാണ്. എല്ലാം തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യുക. ഗൈസ്, അപ്പോൾ നമുക്ക് കാറിൻ്റെ ഓൾ റൗണ്ട് ഒന്ന് നോക്കാം, എന്തൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടില്ല എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ വാൾവ് കവർ റിമൂവ് ചെയ്ത് ടൈമിംഗ് ബെൽറ്റ് റിമൂവ് ചെയ്തു. പിന്നീട് നമ്മൾ എയർ ഫിൽറ്റർ റിമൂവ് ചെയ്തു. താഴത്തോട്ട് വരുമ്പോൾ ബാലൻസ് റോഡ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ബുഷുകൾ ചേഞ്ച് ചെയ്യാനായിട്ട്. ഇനി റൈറ്റിലോട്ട് വരുമ്പോൾ കാലിപ്പർ റിമൂവ് ചെയ്ത് ഡിസ്ക് റിമൂവ് ചെയ്തു, അതുപോലെ തന്നെ ഷോക്ക് അബ്സോർബറും സ്റ്റിയറിംഗ് ബോക്സും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി റിയർ സൈഡിലോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ ടയർ റിമൂവ് ചെയ്ത് ഡ്രമ്മും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഹാൻഡ് ബ്രേക്കും അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ച് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. ഇനി ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ നമ്മളിവിടെ ബ്രേക്ക് ഷൂ എല്ലാം റിമൂവ് ചെയ്തിട്ടാണുള്ളത്. കാരണം ബ്രേക്ക് സിലിണ്ടർ പ്രോബ്ലം ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇവിടെ ഇതെല്ലാം റിമൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്രേക്ക് സിലിണ്ടർ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രണ്ടിലെ വരുമ്പോൾ ഇവിടെ കാലിപ്പർ, ബ്രേക്ക് പാഡ്, ഡിസ്ക് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഷോക്ക് അബ്സോർബർ റിമൂവ് ചെയ്തിട്ടില്ല. അതിന് കാരണം ലോവർ ആം നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ലോവർ ആം ചേഞ്ച് ചെയ്തതിന് ശേഷം ഷോക്ക് അബ്സോർബർ റിമൂവ് ചെയ്ത് നമ്മൾ ഗ്രീസിങ് ചെയ്യും. ബ്രേക്ക് ഡിസ്ക് പോളിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പായ ഇൻസ്റ്റാളേഷൻ ആവശ്യമായ എല്ലാ സെറ്റപ്പും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. എൻജിൻ ഓയിൽ, ഓയിൽ ഫിൽറ്റർ, ഗിയർ ഓയിൽ, കൂളൻറ്റ്, ബ്രേക്ക് ഓയിൽ, എയർ ഫിൽറ്റർ, ഫ്യൂൽ ഫിൽറ്റർ, ബ്രേക്ക് സിലിണ്ടർ, ലോവർ ആം, ഷോക്ക് മൗണ്ടിങ്, ബാലൻസ് സ്റ്റാർട്ട് ബുഷ് കിറ്റ്, ഡാമ്പർ പാഡ്, റാക്ക് ബുഷ്, ടൈമിംഗ് ബെൽറ്റ് ആൻഡ് ബ്രേക്ക് പാഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യേണ്ട പാർട്സാണ് സ്റ്റിയറിങ്ങിൻ്റെ ഓരോ പാർട്സ് നമ്മൾ ഇവിടെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോക്ക് അബ്സോർബറിൻ്റെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാലൻസ് റോഡ്, റിയർ ഡ്രം, ഫ്രണ്ട് ഡിസ്ക് ഫേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ടൈമിംഗ് കവർ, പുള്ളീസ്. അപ്പോൾ എല്ലാം റെഡിയാണ്. അപ്പോൾ ഈ വീഡിയോ താൽക്കാലികം നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, ഇൻസ്റ്റാളേഷൻ പാർട്ട്, കമ്മിങ് സാറ്റർഡേ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതുവരെ ബൈ ബൈ.